പെരിന്തൽമണ്ണ വള്ളുവനാടിൻ്റെ ഹൃദയമിടിപ്പ്. ചരിത്രത്തിൻ്റെ താളുകളിൽ വള്ളുവനാടിൻ്റെ ആത്മാവായി നിലകൊള്ളുന്ന മണ്ണാണ് പെരിന്തൽമണ്ണ. വെറും കച്ചവട കേന്ദ്രമായിരുന്നില്ല, മറിച്ച് ഒരു സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്നു ഇത്. ചരിത്രത്തിൻ്റെ വേരുകൾ പുരാതന വള്ളുവനാട് രാജവംശത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളുമായി അഭേദ്യമായ ബന്ധം പെരിന്തൽമണ്ണയ്ക്കുണ്ട്. സാമൂതിരിയും വള്ളുവ കോനാതിരിയും തമ്മിലുള്ള അധികാര തർക്കങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നിശബ്ദ സാക്ഷിയാണ് ഈ ഭൂപ്രദേശം. ഭൂപ്രകൃതിയാൽ തന്ത്രപ്രധാനമായ ഒരിടമായതിനാൽ തന്നെ സൈനിക നീക്കങ്ങളിലും വാണിജ്യപാതകളിലും പെരിന്തൽമണ്ണയ്ക്ക് പഴയകാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്താണ് പെരിന്തൽമണ്ണ ഇന്നു കാണുന്ന രീതിയിലുള്ള ഒരു പ്രധാന ഭരണകേന്ദ്രമായി വളരുന്നത്. മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന വള്ളുവനാട് താലൂക്കിൻ്റെ ആസ്ഥാനമായി പെരിന്തൽമണ്ണ മാറിയതോടെ ഇവിടെ കോടതികളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും സ്ഥാപിക്കപ്പെട്ടു. ഇത് പഴയൊരു ഗ്രാമത്തെ ഒരു നഗരത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തുന്നതിൽ നിർണായകമായി. കാലങ്ങൾക്കിപ്പുറം ചരിത്രത്തിൻ്റെ കരുതലിൽ നിന്നും വികസനത്തിൻ്റെ പാതയിലേക്ക് പെരിന്തൽമണ്ണ കുതിച്ചു. ഇന്ന് വെറുമൊരു ഭരണകേന്ദ്രം എന്നതിലുപരി വടക്കൻ കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ തലസ്ഥാനം എന്ന നിലയിലേക്കാണ് ഈ നഗരം വളരുന്നത്. മഹിളാ പ്രധാനം 2026 എന്ന പേരിൽ ഈ വരുന്ന മെയ് 12 മലപ്പുറത്ത് വെച്ച് മലപ്പുറം ജില്ലയിലെ മഹിളാ പ്രധാന ഏജൻറ്റുമാരുടെ ഒരു സംഗമം നടക്കുകയാണ്. ഈ സംഗമത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ 48 മഹിളാ പ്രധാന ഏജൻറ്റുമാർ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഈ സംഗമത്തിന് എല്ലാവിധ വിജയാശംസകളും ആശംസകളും നേരുന്നു. മലപ്പുറം ജില്ലയിലെ MPKBY ഏജൻറ്റുമാരുടെ സംഗമം മഹിളാ പ്രധാനം 2026 മലപ്പുറത്ത് വെച്ച് നടക്കുകയാണല്ലോ. പെരിന്തൽമണ്ണ ബ്ലോക്കിനെ പ്രതിനിധീകരിച്ച് 48 ഏജൻറ്റുമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് പെരിന്തൽമണ്ണ ബ്ലോക്കിൻ്റെയും എൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമ്മുടെ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ വാർഷികാഘോഷം ഈ വരുന്ന മെയ് 12 മക്കരപ്പറമ്പ് റെയിൻബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. മഹിളാ പ്രധാനം എന്ന പേരിലാണ് ഈ വാർഷികാഘോഷം അറിയപ്പെടുന്നത്. ചെറിയ തുക മുതൽ മാസത്തവണകളായി അടച്ചു തീർക്കാവുന്ന ഒരു സമ്പാദ്യ പദ്ധതി എന്ന നിലയിൽ ഇത് നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഏതായാലും ഈ വാർഷികാഘോഷത്തിന് പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിൻ്റെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. 1972 മുതൽ പ്രവർത്തനം ആരംഭിച്ച മഹിളാ പ്രധാൻ ക്ഷേത്രീയ ബചത് യോജന സാധാരണ ജനങ്ങളെ സമ്പാദ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തമായ സർക്കാർ പദ്ധതി. ഇതിന്റെ ഹൃദയതാളമാണ് RD ഏജൻസ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ഏജൻസ് ഉണ്ട്. അവർ ഒരു ജോലി മാത്രം ചെയ്യുകയല്ല, അവർ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുകയാണ്. മാർക്കറ്റിൽ, സ്കൂളുകളിൽ, സർക്കാർ ഓഫീസുകളിൽ, ഹോസ്പിറ്റലുകളിൽ, ഏത് സ്ഥലങ്ങളും ഇവർക്ക് അപരിചിതങ്ങളല്ല. ഭാവിയിലേക്കുള്ള നീക്കിയിരിപ്പുമായി കാത്തിരിക്കുന്ന ഉപഭോക്താക്കളിലേക്ക് ഇവർ കൃത്യസമയം പാലിച്ചെത്തുന്നു. ആ ചെറിയ നീക്കിയിരിപ്പുകൾ നാളെയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഫണ്ടാക്കി മാറ്റാൻ. നമ്മുടെ ഓരോ ചെറിയ സമ്പാദ്യവും വലിയൊരു നാളെയുടെ തുടക്കമാണ്. സാധാരണക്കാരൻ്റെ സമ്പാദ്യശീലങ്ങൾക്ക് സുരക്ഷിതത്വത്തിൻ്റെ കരുത്തേകാൻ ദശകങ്ങളായി നമ്മുടെ കൂടെയുള്ള ഒന്നാണ് പോസ്റ്റ് ഓഫീസ് RD. കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പദ്ധതിയായതിനാൽ നിങ്ങളുടെ പണം പൂർണ്ണ സുരക്ഷിതമാണ്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ നിക്ഷേപത്തെ ഒരിക്കലും ബാധിക്കില്ല. ഓരോ മാസവും 100 രൂപ മുതൽ നിക്ഷേപിക്കാവുന്ന ഒരു പദ്ധതിയായതിനാൽ ഏത് വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും നിക്ഷേപിച്ച് തുടങ്ങാൻ പറ്റുന്നൊരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് RD. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഒരു വീട് എന്നീ വലിയ ലക്ഷ്യങ്ങൾക്ക് കൂടെ നിന്ന് ചെറിയ ചുവടുവെപ്പുകളിലൂടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് RD. ജനങ്ങളുടെ നിക്ഷേപങ്ങൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഒരു RD ഏജൻറ്റ് എന്ന നിലയിൽ ജനങ്ങളുടെ നിക്ഷേപങ്ങൾ പോസ്റ്റ് ഓഫീസിൽ അടക്കുക എന്നതിലുപരി അവരുടെ സ്വപ്നങ്ങൾക്ക്
ഒപ്പം നിൽക്കുക എന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കലാണ് ഇത്. RD ഏജൻറ്റുമാരുടെ കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നജ്മ തബ്ഷീറ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. MPKBY നമ്മുടെ ദേശീയ സമ്പാദ്യ പദ്ധതി ഒരുപക്ഷെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന 48 ഏജൻറ്റുമാർക്ക് കീഴിൽ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇവരുടെ ഈ വർഷത്തെ മലപ്പുറം ജില്ലയിലെ വാർഷികാഘോഷം ഈ വരുന്ന മെയ് 12 കൂട്ടിലങ്ങാടിയിലെ റെയിൻബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. മഹിളാ പ്രധാനം 2026 വളരെ ഗംഭീരമായിക്കൊണ്ട് തന്നെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടക്കുന്ന പരിപാടികൾ ഞങ്ങൾ കാണാറുണ്ട്. അവരുടെ വാർഷിക അവലോകനങ്ങളും അതുപോലെ തന്നെ വാർഷിക ഒത്തുകൂടലും വളരെ ഗംഭീരമായി നടക്കാറുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഞങ്ങൾക്കറിയാം ഈ 48 ഏജൻറ്റുമാരും വളരെ സജീവമായി ഇവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഹരിത ഭവനം, സമ്പാദ്യ ഭവനം എന്ന് പറയുന്ന പദ്ധതി കൂടി വളരെ ഗംഭീരമായി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഒരുപാടുള്ള ഒരു പരിപാടി കൂടിയാണ്. സാധാരണക്കാരായ ആളുകളിലേക്ക് സമ്പാദ്യശീലം വളർത്തുക എന്നതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ജീവിതശൈലി കൂടി ഡെവലപ്പ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് അവരുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് അവർക്ക് സാധിക്കാറുണ്ട്. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ RD ഏജൻറ്റുമാരെ എല്ലാ സമയത്തും സമീപിക്കുന്നത്, അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. മഹിളാ പ്രധാനം അവരുടെ ഒരു ആഘോഷം കൂടിയാണ്. ആ ആഘോഷം ഏറ്റവും ഗംഭീരമാവട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ശ്രീദേവിയെടുത്ത് ഈ ജോലി തുടങ്ങിയിട്ട് 46 വർഷമായല്ലോ. ഇത്രയും കാലത്തിനിടയ്ക്ക് സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? പാവപ്പെട്ട ആൾക്കാരെയാണ് ചേർത്തിരുന്നത്. അത് ചെറിയ ചെറിയ സംഖ്യകളാണ്. അത് കാലാവധി കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം ആറായിരുന്നു. അതെ, ചിലവർ സ്വർണ്ണമാല വാങ്ങിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഷ്ടമുള്ള സമയത്ത് കിട്ടിയതായിരിക്കും. അങ്ങനെ ചെറിയ എമൗണ്ടാണെങ്കിൽ അവർക്ക് അത് ഭയങ്കര സന്തോഷമാണ്. ഈ ജോലിയിലേക്ക് പ്രവേശിച്ച സമയം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 1980 ഒക്ടോബർ 23 ജോയിൻ ചെയ്തത്. അതെല്ലേ? അന്ന് ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു ഈ ബ്ലോക്കിൽ. അതിലിപ്പോൾ ഞാൻ മാത്രം അവസാനം വരെ നടത്തുന്നുണ്ടായിരുന്നു. നല്ല പ്രയാസമായിരുന്നു അന്നൊക്കെ. കിട്ടണമെങ്കിൽ ആളെ ചേർക്കണമെങ്കിൽ നല്ല പ്രയാസമായിരുന്നു. അങ്ങനെ ഞാനത് തുടർന്നു. ഇപ്പോൾ ഇത്രയും സമയം 46 വർഷം കൊണ്ട് നടന്നു. അന്ന് ചേച്ചി കളക്ട് ചെയ്തിരുന്ന കൂടിയ സംഖ്യയും കുറഞ്ഞ സംഖ്യ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? ഏറ്റവും കൂടുതൽ സംഖ്യ 100 രൂപയായിരുന്നു. പിന്നെ 5 രൂപ വരെ, 5, 10 ചെറിയ സംഖ്യ 5 അങ്ങനെയായിരുന്നു. അത് കുറേ കാലം അങ്ങനെ തുടർന്നു. 5 വർഷത്തോളം അത് തന്നെയായിരുന്നു പരിപാടി. അജിത, വളരെ സന്തോഷം. അജിതേനെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഏജൻറ്റുമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ എല്ലാ ഏജൻറ്റുമാരും അതീവ സന്തുഷ്ടരാണ്. അജിതയുടെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള വർക്ക്, പിന്നെ നല്ല നിക്ഷേപ സമാഹരണം എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അജിതയെ പരിചയപ്പെടുത്തട്ടെ. അജിത, പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ഏറ്റവും മികച്ച രീതിയിൽ നിക്ഷേപ സമാഹരണം നടത്തുന്ന ഒരു ഏജൻറ്റാണ് അജിത. അപ്പോൾ അജിതയ്ക്ക് ഇതിന് പിന്നിൽ പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1999 ജനുവരി 16 എനിക്ക് ഏജൻസി കിട്ടിയത്. 27 വർഷം ഈ ജനുവരിയിൽ കഴിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെയും വളരെ സ്ട്രിക്റ്റായ ഒരു രീതിയിലാണ് എൻ്റെ RD ഏജൻസി ഞാൻ കൊണ്ടുപോകുന്നത്. വരുമാനം എന്നതിലുപരി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതമാർഗം തന്നെ ഇതാണെന്ന് പറയാം. അതിലുപരി എന്ന് പറയാം, ഒട്ടനവധി നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി സമൂഹത്തിന് വേണ്ടി. ഞാൻ ഫീൽഡിൽ പോകുമ്പോൾ പല ഭാഗത്തും പല ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. ഒരുപാട് ചാരിറ്റികൾ എനിക്ക് ചെയ്യാൻ പറ്റി എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സന്തോഷം. പിന്നെ എൻ്റെ ജീവിത നിലവാരം ഞാൻ ഉയർത്തി. എൻ്റെ കുട്ടികളെ അവരെ പഠിത്തം
നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ ഉയർന്ന നിലയിൽ പഠിക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഒരു വീട് നല്ല രീതിയിൽ എനിക്ക് കയറ്റാൻ പറ്റി. അതിലൊക്കെ പൂർണ്ണ സംതൃപ്തിയോട് കൂടിയാണ് ഞാനിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അജിത, ഈ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എന്തെല്ലാം പ്ലാനുകളാണ് അജിത ചെയ്യുന്നത്? ഞാൻ എൻ്റെ കുടുംബജീവിതം തന്നെ ഒരു ചിട്ടയായ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതിരാവിലെ എണീക്കുന്നു, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഒരു 9 മണിയോട് കൂടെ ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു. കാരണം ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പോലും രാവിലെ 8 മണിക്ക് 7 മണിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ 9 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം അതിന് ടൈമില്ല. ഒരു 6 മണി 7 മണി 8 മണിക്കേ വീട്ടിലെത്താറുള്ളൂ. അത് മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. പിന്നെ 1-ാം തീയതി മുതൽ RD കളക്ഷൻ ഞാൻ തുടങ്ങും. അതുപോലെ RD ചേർക്കുമ്പോഴും ഞാൻ ആളുകളോട് പറയൽ അങ്ങനെയാണ്. 1-ാം തീയതി മുതൽ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കൽ തുടങ്ങും. കൃത്യമായി അങ്ങനെ തന്നെയാണ് അടയ്ക്കാറ്. അത് 10-ാം തീയതിയുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ക്യാഷ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ ചേർക്കാറ്. അതിൻ്റെ എല്ലാ വശങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം മിക്കവാറും ആളുകൾ 10-ാം തീയതി 15-ാം തീയതിയുടെ ഉള്ളിൽ തന്നെ എനിക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള RDകൾ 20-ാം തീയതിയുടെ ഉള്ളിൽ എന്തായാലും എനിക്ക് കിട്ടും. അത് കിട്ടാത്ത 1-2 കേസ് മാത്രമേ ബാക്കി വരുള്ളൂ. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മളെ എല്ലാം ചിട്ട വഴിക്ക്, രാവിലെ എന്നല്ല തലേ ദിവസം തന്നെ അതിനുള്ള ആരംഭം കുറിക്കും. പിറ്റേ ദിവസം RD അടയ്ക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അത് ഷെഡ്യൂൾ അടച്ച് സൈൻ ചെയ്തൊക്കെ റെഡിയാക്കി രാവിലെ 8 മണി 8:30 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് 9 മണിക്ക് പോസ്റ്റ് ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തുന്ന വ്യക്തിയാണ്. അത് എല്ലാവരും എത്തുമ്പോഴേക്കും ഞാൻ അടച്ച് പുറത്ത് കിടക്കും. അങ്ങനെ ഒരു ചിട്ടയായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പോസ്റ്റ് ഓഫീസുകാർക്കും ഒരു സംതൃപ്തി കേട് നമ്മളോടില്ല. അതാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക കാര്യങ്ങൾ. പിന്നെ പറയാനെന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാവുകൊണ്ട് നമ്മളിത് കൃത്യമായി ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ കുട്ടികളെയും കാര്യങ്ങളെയും ഒക്കെ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ RD ആണ്, നമ്മളെ ജീവിത മാർഗ്ഗമാണ്. അപ്പോൾ അവരും നമ്മളോട് നല്ലവണ്ണം സഹകരിച്ചാണ് മുന്നോട്ട് പോവാറ്. എൻ്റെ പേര് TA മുരളീധരൻ, അങ്ങാടിപ്പുറം. ഞാനൊരു പെൻഷനറാണ്. ഏതാണ്ട് ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ RD തുടങ്ങിയതാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് വളരെ സുരക്ഷിതമാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉറപ്പുള്ള പദ്ധതിയാണ് RD, പോസ്റ്റ് ഓഫീസ് RD. അതിനു പുറമെ ഇതിന് മാർക്കറ്റ് വ്യതിയാനങ്ങൾ ഇതിനെ തീരെ ബാധിക്കില്ല. കൂടാതെ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള ലോൺ എടുക്കാൻ സൗകര്യമുണ്ടായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഉപകാരപ്രദം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 10-20 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയതാണ്. എൻ്റെ ആദ്യത്തെ RD തുടങ്ങിയിട്ട് ഇത് മെച്യൂർ ആവുന്ന സമയത്താണ് എൻ്റെ മോളുടെ അഡ്മിഷൻ സമയത്ത് അത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ അടുത്തതും വീണ്ടും ചേർന്നു. കാരണം അത് വളരെയധികം ഉപകാരം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ എമൗണ്ട് മെച്യൂറായി, നല്ലൊരു എമൗണ്ട് കിട്ടി. അവൻ്റെ അഡ്മിഷൻ സമയത്ത് ഈ എമൗണ്ട് എനിക്ക് ഉപയോഗിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഫൈനാൻഷ്യലി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഓഫീസ് RD വളരെയധികം ഉപകാരപ്രദമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ ചേരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ സുമിത, ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ RD നിക്ഷേപ പദ്ധതിയിൽ ഒരുപാട് വർഷങ്ങളായി ഞാനൊരു അംഗമാണ്. ഈ ഒരു നിക്ഷേപ പദ്ധതി എന്നെ സ്വാധീനിക്കാനുണ്ടായ 1-2 കാരണങ്ങൾ പറയട്ടെ. ആദ്യമായി നമ്മുടെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയും സുരക്ഷിതത്വവും ഏതൊരു സാധാരണക്കാർക്കും മുഖവിലക്കെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു നിക്ഷേപ പദ്ധതി ഒരു രീതിയിലും ഒരു കാലത്തും മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള നിക്ഷേപം കൊടുത്തുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ അംഗമാവുകയും മോശമല്ലാത്ത ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവരുടെ സമ്പാദ്യം നല്ല രീതിയിൽ തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനും കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിലും ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിലും എല്ലാ ജനങ്ങൾക്കും എല്ലാ സാധാരണക്കാർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പാദ്യ പദ്ധതി കൂടിയാണ് ഈ RD.
തൊഴിൽ രഹിതരായ സ്ത്രീകളുടെ ഉന്നമനത്തിനായി തുടങ്ങിവെച്ച ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ ഏജന്റുമാർ ഇന്ന് നിരവധിയായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന അതികഠിനമായ ചൂടിനെയും അതിവർഷത്തെയും അതിജീവിച്ച് പകലന്തിയോളം പണിയെടുത്ത് നെട്ടോട്ടമോടുകയാണ് ഞങ്ങൾ. കുറഞ്ഞ പലിശ നിരക്ക് തന്നെ ഈ പദ്ധതിയെ അനാകർഷകമാക്കുന്നു. നിക്ഷേപകർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡെപ്പോസിറ്റുകൾ പിൻവലിക്കാവുന്ന പരിധി 3 വർഷം എന്നത് 1 വർഷത്തിന് ശേഷം ആക്കുകയാണെങ്കിൽ ധാരാളം പേരടങ്ങുന്ന ബിസിനസ്സുകാർ, നിത്യവരുമാനക്കാർ എന്നിവർക്ക് ഈ പദ്ധതി വളരെയേറെ ആശ്വാസപ്രദമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവശ്യ സന്ദർഭങ്ങളിൽ ലോൺ എടുക്കേണ്ടി വരുമ്പോൾ നല്ലൊരു ശതമാനം പലിശ കൊടുക്കേണ്ടി വരുന്നത് നിക്ഷേപകരിൽ അസ്വാരസ്യമുണ്ടാക്കുന്നു. ഒരു വിഭാഗം നിക്ഷേപകർക്ക് കാലാവധി തീർന്ന് തുക പിൻവലിക്കുമ്പോൾ ഇൻകം ടാക്സ് പിടിക്കേണ്ടി വരുന്നത് കൊണ്ട് പുതിയ RDയിൽ ചേരാൻ അവർ വിസമ്മതം പ്രകടിപ്പിക്കുന്നു. ഏജന്റുമാർ നേരിടുന്ന മറ്റൊരു ഗുരുതര പ്രശ്നം കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. 7.5 ലക്ഷം രൂപയ്ക്ക് മാത്രമേ റെമ്യൂണറേഷൻ അനുവദനീയമായിട്ടുള്ളൂ. നല്ലൊരു വിഭാഗം ഏജന്റുമാർ പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തനം നടത്തുമ്പോൾ ഈ അവസ്ഥ അവരെ വളരെ പ്രയാസത്തിലാക്കുന്നു. ആശ്രിത നിയമനം നടത്തിയും പുതിയ ഏജന്റുമാരെ നിയമിച്ചും കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഏജന്റുമാരുടെ ജീവിത മാർഗമായ ഈ പദ്ധതി കാലാഹരണപ്പെട്ടു പോകാതെ തുടർന്നും നിലനിർത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം ഏകുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു.